അങ്ങനെ ഒരു ലോറി ചെടി നമ്മൾ നഴ്സറിയിലോട്ട് വീണ്ടും എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. അതിനകത്ത് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ആശ്രമ മൈതാനത്ത് നിന്ന് ലാസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് കുറേ വെറൈറ്റി റോസുകളും അതേപോലെ തന്നെ ബെലസ്റ്റോമ പ്ലാന്റ്, അതേപോലെ തന്നെ ചെമ്പരത്തി ഇനങ്ങൾ, അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് ലോഡിൽ. അതിനകത്ത് പച്ചക്കറി തൈ മുതൽ നമ്മൾ ഈ എക്സിബിഷൻ നടക്കുന്ന ആ ഒരു മേഖലയിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ ആ പ്ലാന്റുകളെല്ലാം അവസാനം സെയിൽ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് നമ്മൾ തിരികെ നമ്മളെ നഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കൃഷി മേഖലയെ പരിപോഷിക്കാൻ പറ്റുന്ന ഒരുപാട് മാവിനങ്ങൾ, പ്ലാവിനങ്ങൾ, അതേപോലെ തെങ്ങിൻ തൈകൾ, അതേപോലെ വാഴ, കവുങ്ങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടെ തിരിച്ചുകൊണ്ടുവന്ന് പിന്നെ പുതുമയെ ആകർഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒലിവ് മരത്തിൻ്റെ തൈ, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റുകൾ, ഔട്ട്ഡോർ പ്ലാന്റുകൾ, അതേപോലെ കുറേ വെറൈറ്റി റോസുകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആളുകൾ ഓടി വരുന്നത് സമ്മസ്നോ, അഹല്യ, അങ്ങനെയുള്ള വെറൈറ്റികൾ, അതേപോലെ തന്നെ നന്നായിട്ട് ബുഷായിട്ട് പൂക്കുന്ന ഒരുപാട് അതായത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ കിളിക്കുന്ന റോസ്, നാടൻ വെറൈറ്റി റോസുകളൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് തിരക്കി വരാറ്. അതിനകത്ത് ബഡല്ലാത്ത വെറൈറ്റി ഓൺ റൂട്ട് റോസ് ഇത് ചോദിച്ച് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയും നമ്മൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതിനകത്ത് വിറ്റതിൻ്റെ ബാലൻസ് എന്ന് വിചാരിക്കേണ്ട. നല്ല കിടിലമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയ പ്ലാന്റുകൾ നേരിട്ട് കണ്ട് വന്ന് വാങ്ങാനായിട്ട് സാധിക്കും. വന്നവർക്കറിയാം എന്താണ് ആശ്രമത്തുണ്ടായിരുന്നത് അല്ലേ. ആശ്രമത്ത് നല്ല നീളമുള്ള ഒരു നഴ്സറി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് വെറൈറ്റി ചെടികൾ കണ്ടിരുന്നു. അതിനകത്ത് കുറേ വെറൈറ്റികൾ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. അതിനകത്ത് കുറേ വളങ്ങളുടെ കാര്യങ്ങൾ നമ്മളെടുത്ത് ചോദിച്ചിരുന്നു. അതെല്ലാം പറഞ്ഞു തരാനായിട്ട് ഉള്ള സമയം കൊണ്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ സാധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളായിട്ട് നമ്മളെ കമൻറ്റ് രൂപേണ അറിയിക്കുന്നത് നല്ലതാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, മറ്റുള്ളവർക്ക് കൂടി എത്താനായിട്ട് അത് പ്രചോദനമാവും. അന്നേരം എല്ലാവർക്കും കൃഷി സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. കുമാർ നഴ്സറി കൊല്ലം 2-ാം കുറ്റി, അതേപോലെ തന്നെ ബ്രാഞ്ച് മേടേമുക്കുണ്ട്. മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ തൊട്ട് സൈഡിലൊരു ചെറിയ നഴ്സറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മാവിനങ്ങൾ, പ്ലാവിനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും. അവിടെ പ്രൊഡക്ഷനുള്ള മാവിനങ്ങളൊക്കെ കാണാം. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമുണ്ട് അല്ലേ, നമ്മളെ മാവിനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തളിരിലകൾ പുതിയതായിട്ട് വരുന്നില്ല, എന്ത് ചെയ്യണം? ഒന്ന് വെച്ച് ചിലപ്പം ഈ മഴയുടെ ക്ലൈമാറ്റിക് സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പം പുതിയ മുകുളം പൊട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അതിനകത്തുനിന്ന് പുതിയ മുകുളങ്ങൾ വരില്ല. അന്നേരം നമ്മൾ ലൈറ്റായിട്ട് നല്ല മൂർച്ചയേറിയ എന്തെങ്കിലും ഒരു എന്താ പറയുക കട്ടറോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ചരിച്ച് ഒന്ന് കട്ട് ചെയ്ത് വിടുക. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് എന്തെങ്കിലും തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു കവറിട്ട് കെട്ടുക. സൈഡിൽ നിന്നും അടുത്ത ഒരു 10-40 ദിവസത്തിനകത്ത് അടുത്ത മുള വരുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതേ അവസ്ഥ തന്നെയാണ് റോസിനകത്തും. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മൾ ബഡ് ചെയ്തേക്കുന്ന ഭാഗത്തുനിന്ന് കിളിച്ചു പോകാൻ പാടില്ല. അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം കാട്ട് റോസാണ്, അത് കിളിച്ചു പോകാൻ പാടില്ല. അന്നേരം ആ ഭാഗത്ത് എന്ത് ചെയ്യും, ഇച്ചിരി ഉണക്ക് പോലെ നിന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. താഴെ നിന്ന് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക. ഇത് നമ്മൾ ആശ്രാമത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതിനന്ന് വരുന്ന പ്ലാന്റ് ഉണ്ട്. ഇത് ഓൺ റൂട്ടഡ് റോസാണ്. ഓൺ റൂട്ട് കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1000-1200 പ്ലാന്റ് നമ്മളതിലിപ്പം സ്റ്റോക്കുണ്ട്. കുറേ പ്ലാന്റുകൾ പോയി. അതിന് ശേഷമുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു 1000 പ്ലാന്റ്, 1200 പ്ലാന്റിനകത്ത് നമ്മളതിൽ സ്റ്റോക്കിലിരിപ്പുണ്ട്. അന്നേരം അത് മാത്രമല്ല, അതൊക്കെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇത് ഓൺ റൂട്ടഡ് റോസാണ്. അന്നേരം സൈഡിൽ നിന്നും മുകുളത്തിൽ നിന്നും വരുമ്പോൾ മുകളിൽ പുതുതായിട്ട് ശിഖരങ്ങൾ വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുക, ഇച്ചിരി ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ചെറുതായിട്ട് പേസ്റ്റ് വീടാക്കിയിട്ട് തേച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ അടുത്ത മുകുളങ്ങൾ അതിൻ്റെ സൈഡിൽ നിന്ന് വരത്തുള്ളൂ. ആശ്രാമത്തു നിന്ന് രണ്ടാമത്തെ വീണ്ടും ഒരു ലോഡ്, അങ്ങനെ ഒരുപാട് ലോഡ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3-3.5 ലോഡ് പ്ലാന്റ് അവിടെ നിന്ന് തന്നെ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നു. ചെറിയ പെട്ടിയാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരുന്ന വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പം 1200 വീഡിയോ ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാം. തള്ളിയതല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട്. 10,200 വീഡിയോസ് ഉണ്ട്. അന്നേരം നിങ്ങളത് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അന്നേരം നേരിട്ട് ഒരുപാട് പേര് വന്ന് കണ്ടു കേട്ടോ. നല്ല പ്രോഗ്രാമാണ് നമ്മളെ ചാനലിലൂടെ പറയുന്നത്. പറഞ്ഞാൽ നമ്മളെവിടെ എന്താ ചെയ്യുന്നു അതേപോലെ നിങ്ങളെ കാണിക്കുക. ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിദേശ ഫോട്ടോസോ അങ്ങനെയൊന്നും വലിയ അതിനെയൊന്നും നന്നായിട്ട് പൊക്കിയല്ല. നമ്മളെന്താണ്, നമ്മളെ നഴ്സറിയിൽ എന്താ ഉള്ളത്
അത് നമുക്ക് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പലരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പല കടകളിലെയും ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫിഷിംഗ് വീഡിയോസും കുറച്ചൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക, ഒന്ന് ബോറടി മാറ്റാനൊക്കെ നിങ്ങൾക്കാണെങ്കിൽ പോലും ഇതിനകത്ത് ചെടി എന്ന് പറഞ്ഞാൽ ബോറടി ഉള്ള സംഭവമല്ല, അറിയാമല്ലോ. അന്നേരം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പണ്ട് പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ചൂണ്ടയിടാൻ പോകുന്ന കണക്ക് നമുക്ക് ഇടയ്ക്ക് ഒരു ചൂണ്ടയിടാനുള്ളൊരു മോഹമൊക്കെ ഉണ്ട് അല്ലേ. അന്നേരം അതിനകത്തൊക്കെ ഉള്ള വീഡിയോസും കൂടെ നമ്മളെ ചാനലിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വീട്ടിനകത്ത് കയറിയെന്ന് പറയുന്നതല്ല, പറയുമ്പോൾ തന്നെ പറഞ്ഞങ്ങ് പോകുന്നു. അതിനകത്ത് ആരും വിഷമിക്കണ്ട, വേറൊന്നുമല്ല. പറയുമ്പോഴത്തേക്ക് ചിലപ്പം റെക്കോർഡ് ചെയ്തൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും കേൾക്കാനായിട്ട്. നമ്മൾ ഉള്ള കാര്യം ഉള്ള കണക്കങ്ങ് പറഞ്ഞു പോകുന്നു. അന്നേരം അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. അങ്ങനെയുള്ളവർ പറഞ്ഞാൽ മതി, എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ. അന്നേരം മാക്സിമം ഈ ചെടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, പലരും എന്നല്ല, ചെടിയെ ഇഷ്ടപ്പെടുന്ന ആർക്കും എന്താ പറയുക, നല്ലൊരു മനസ്സായിരിക്കും അല്ലേ. അന്നേരം അത് കാണാനും ഒരുപാട് ആളുകളുണ്ട്. മാക്സിമം നിങ്ങൾക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പോയൊന്ന് നോക്കി ഒരു ചെടിയോ ഒരു പൂവോ ഒക്കെ കാണുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അധികമായിരിക്കും. ഞാനത് അത്രയും പറയുന്നതെന്നല്ല, പലരും വരാറുണ്ട്. വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഒരു ചെടിയുടെ അടുത്ത് പോയി 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും ഇല്ലേ. കോടാനുകോടി കടമുള്ളവർ വരെ കാണും. അന്നേരം നമ്മളെ ചാനലൊക്കെ കാണുമ്പം നേരിട്ടൊന്ന് കാണുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കും ഒരു സന്തോഷം അത് കേൾക്കുമ്പം. ഓക്കെ. അന്നേരം നിങ്ങളെ വിലപ്പെട്ട സമയം ഞാൻ കൊല്ലുന്നില്ല. അന്നേരം മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കൂട്ടുകാർക്ക് കൂടി എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ കൊല്ലത്തോട്ട് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ് പോരുമല്ലേ, കൊല്ലം തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ പോകുന്നവർക്കെല്ലാം ഈസി ആയിട്ട് വന്ന് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ നഴ്സറി ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കിട്ടിലും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വരുന്നവർക്കൊക്കെ അത്യാവശ്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനകത്ത് സജ്ജീകരണമൊക്കെ മിടുക്കനാണ്. സയ്യണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ സയ്യണ്ണുണ്ട്, അനിയനുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊക്കെയുണ്ട്. അന്നേരം അച്ഛനുണ്ട്, എൻ്റെ അച്ഛനൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ കാണും. അന്നേരം അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇന്നലെ തുടങ്ങിയ നഴ്സറി അല്ല, ഏകദേശം 1972, 75 അടിയന്തരാവസ്ഥ കാലത്ത് തുടങ്ങിയ നഴ്സറിയാണ് നമ്മളെ കുമാർ നഴ്സറി എന്നറിയപ്പെടുന്നത്. അതിന് സ്വന്തമായിട്ട് ഇപ്പോൾ ചാനലുണ്ട്, 10-70,000 സുഹൃത്തുക്കളുണ്ട്, 70-72,000 സുഹൃത്തുക്കൾ മൊത്തത്തിൽ 2 ചാനലുമായിട്ട് കേട്ടോ ഉണ്ട്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഹൃദയം നിറഞ്ഞ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിലും നല്ല കിടിലം വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പിന്നെ മറക്കണ്ട, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് രൂപേണ എഴുതി അറിയിക്കുക. ഉടനെ തന്നെ അടുത്ത വീഡിയോയും കൂടെ ഒക്കെ പ്രതീക്ഷിക്കാം. കാര്യമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മഴ സമയമാണ്, നമുക്ക് കുറേ വീഡിയോ ഒക്കെ ഇടണം. മഴ സമയം തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടണം. അതേപോലെ തന്നെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇടണം. അതേപോലെ തന്നെ നമുക്ക് യാത്രകളുടെ വീഡിയോ ഇടണം. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഇനി വരാനുണ്ട്. അന്നേരം മറക്കാതെ കുമാർ നഴ്സറി കൊല്ലം കാണുമ്പം നേരിട്ട് അന്നേരം തന്നെ കയറി കാണാൻ ശ്രമിക്കുക. കാണുമെന്നറിയാം. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു.